കേരളത്തിൽ ക്ഷേമ പെൻഷനെ എങ്ങനെ അട്ടിമറിക്കാം എന്ന ഒരു ആലോചനയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടിശ്ശികയാക്കി വെക്കുക, വർദ്ധിപ്പിക്കാതിരിക്കുക, ഒരു ഘട്ടത്തിൽ നിർത്തലാക്കാൻ തന്നെ അവരാലോചിച്ചിരുന്നു. ഈ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കണമെന്നായിരുന്നു അവരാലോചിച്ചത്. അതിനെതിരായിട്ട് അന്ന് കർഷക തൊഴിലാളി യൂണിയൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അടക്കം വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചു. ജനങ്ങൾ മുഴുവൻ രംഗത്തിറങ്ങി. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ശ്രമത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കാലാകാലങ്ങളിൽ എല്ലാ കാലത്തും UDF ഈ പെൻഷനെതിരായിരുന്നു. പെൻഷൻ തകർക്കാൻ നോക്കിയവരവരാണ്. പെൻഷൻ കൊടുക്കാതിരുന്നത് UDF ആണ്. പെൻഷനെ ആക്ഷേപിച്ചതും പരിഹസിച്ചതുമെല്ലാം UDFിൻ്റെ നിലപാടാണ് എന്നുള്ളത് പെൻഷൻ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒടുവിൽ പറഞ്ഞ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറയുന്ന നിലപാട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പെൻഷൻ ഗുണഭോക്താക്കളെയും ആ പെൻഷൻ ലഭിക്കുന്നത് വഴി കുടുംബം അത്യാവശ്യം ജീവിച്ചു പോകുന്നതുമായ കുടുംബങ്ങളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതാണത്. അവരിങ്ങനെ കൈക്കൂലി മേടിക്കുന്നതാണ് ഇത് എന്ന് പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 85 ലക്ഷം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക്. അതിൽ 64 ലക്ഷം കുടുംബങ്ങളിലും ഈ പെൻഷൻ എത്തുന്നു എന്നുള്ളത് എത്രമാത്രം വിപുലമാണ് ഈ പെൻഷനെ കൊണ്ടുള്ള ഗുണം എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. ഇത്രയും വിപുലമായ പെൻഷൻ പദ്ധതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നിലവിലില്ല എന്നതാണ് വസ്തുത. കേരളത്തിൽ 62 ലക്ഷം പേർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനുകളുമായി മാസത്തിൽ 1600 രൂപ വീതം നൽകുന്നത്. ഈ പദ്ധതി ഇത്രയും വിപുലീകരിക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ കൂടി ഭാഗമായിട്ടാണ്. ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നതും വർദ്ധിപ്പിച്ചതും കൃത്യമായി വിതരണം നടക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ കീഴിൽ മാത്രമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് വളരെ ആക്ഷേപകരമായ പരാമർശവും ആണ് കേരളത്തിലെ UDFിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് നിലമ്പൂർ ഇലക്ഷൻ സമയത്താണ് KC വേണുഗോപാലൻ പറഞ്ഞത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണെന്ന്. അദ്ദേഹം അവിടെ കൊണ്ടത് നിർത്തിയില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയും അതൊരു വ്യാമോഹം മാത്രമാണ് എന്ന നിലയിൽ ആ പദ്ധതിക്കെതിരായിട്ടുള്ള ആക്ഷേപവും അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അന്ന് തന്നെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ കർഷക തൊഴിലാളി യൂണിയനും അതുപോലെ മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഇത്തരം നിലപാടുകൾ അവർ തുടരുകയാണ്. അവർ പല സന്ദർഭങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി നിർത്തലാക്കും, ക്ഷേമ പെൻഷൻ അത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് തുടങ്ങിയ നിലപാടാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ UDF വലതുപക്ഷ ശക്തികളുടെയും അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളും അവരുടെയും നിലപാടിനെതിരായി കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെയും ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെയും അണിനിരത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 15 മുതൽ 25 വരെയാണ് വില്ലേജ് അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2216 കേന്ദ്രങ്ങളിൽ ഈ പരിപാടി നടത്താനാണ് ആലോചിച്ചിട്ടുള്ളത്. കേരളത്തിലെ പെൻഷൻ്റെ ചരിത്രമെടുത്താൽ പെൻഷൻ വിപുലീകരിച്ചതും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതും കർഷക തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് പെൻഷൻ നൽകിയതും 80-ലെ സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അന്നു മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ പെൻഷൻ പദ്ധതിക്കെതിരായിട്ടുള്ള UDFിൻ്റെ നിലപാട്. അന്ന് UDFിൻ്റെ നേതാവ് കരുണാകരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് പ്രത്യുൽപാദനപരമല്ല, അതുപോലെ ധൂർത്താണ് എന്ന് തുടങ്ങിയ പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. നിയമസഭയിൽ ഈ പെൻഷൻ സംബന്ധിച്ച് ചർച്ച നടത്തിയപ്പോൾ കരുണാകരനും UDF അംഗങ്ങളും ലീഗിൻ്റെ നേതാക്കന്മാരടക്കമുള്ളവരും ഈ പെൻഷൻ പദ്ധതിയെ വലിയ തോതിൽ ആക്ഷേപിക്കുന്ന നിലപാടാണ് നാം കണ്ടത്. സഖാവ് നായനാർ അന്ന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അന്ന് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. 60 വയസ്സ് കഴിഞ്ഞവരിൽ നിന്ന് എന്ത് പ്രത്യുൽപാദനമാണ് കരുണാകര നീ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. ആ നിലയിൽ കടുത്ത ആക്രമണം ഈ പെൻഷൻ പദ്ധതിക്കെതിരെ തുടക്കം മുതൽ UDF നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് ഏതൊക്കെ സന്ദർഭങ്ങളിൽ UDFിൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം പെൻഷൻ പദ്ധതി തകർക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തത് ഈ പെൻഷൻ മാസങ്ങളോളം കുടിശ്ശികയാക്കി ഇടലാണ്. ഒരു ഘട്ടത്തിൽ 28 മാസം വരെ കുടിശ്ശികയുണ്ടായി. ഒടുവിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത് 18 മാസത്തെ കുടിശ്ശിക.
ഒരു നയാ പൈസ പോലും 2016 വരെയുള്ള സന്ദർഭത്തിൽ UDF പെൻഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. ആകെ വർദ്ധിച്ച പ്രഖ്യാപനം നടത്തിയത് 2016 ഫെബ്രുവരി മാസം മാത്രം. പെൻഷൻ ഏതാണ്ട് 11 ഘട്ടങ്ങളിലാണ് കേരളത്തിൽ പെൻഷൻ സംഖ്യയിൽ വർധനവ് വരുന്നത്. കേരളത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളിൽ 3 പെൻഷനിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട്. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ. ഇതിൽ 200 രൂപ മുതൽ 500 രൂപ വരെയാണ്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500, താഴെയുള്ളവർക്ക് 200 എന്ന നിലയിലാണ് അതിൻ്റെ വിഹിതം. കേരളത്തിൽ കേന്ദ്ര വിഹിതം കിട്ടുന്നത് 8 ലക്ഷം പേർക്ക് മാത്രമാണ്. 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ 8 ലക്ഷം പേർക്കാണ് കേന്ദ്ര വിഹിതം കിട്ടുന്നത്. കേന്ദ്ര വിഹിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ചെലവിടുന്നത് 48 കോടി രൂപ മാത്രമാണ്. ഒരു മാസം പെൻഷൻ കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെലവിടുന്നത് 950 കോടി രൂപയാണ്. ഈ 950 കോടിയിൽ 48 കോടിയാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം. അതും കൃത്യമായിട്ട് തരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ പെൻഷൻ ഇനത്തിൽ 390 കോടി രൂപ കേരളത്തിന് തരേണ്ടതായിട്ടാണ് കുടിശ്ശികയാണ്. ഈ കുടിശ്ശികയുടെ കണക്ക് 2025 മാർച്ച് 31 വരെയുള്ള കണക്കാണ്. തുടർന്ന് 4 മാസമായി. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസമായി. ഇതുകൂടി കൂട്ടേണ്ടതുണ്ട് അതിൻ്റെ കൂടെ. മാർച്ച് മാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. ഇതെന്താണ് ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെൻറ്? ഈ കേന്ദ്ര വിഹിതവും കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ കൊടുക്കുകയാണ്. കേന്ദ്രം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അവരുടെ വിഹിതം കൊടുക്കുന്നത്. അതിനുവേണ്ടി കൃത്യസമയത്ത് ഉപഭോക്താക്കൾക്ക് കിട്ടണം. ഈ 8 ലക്ഷം പേർക്ക് കുറഞ്ഞ പെൻഷൻ അല്ല കിട്ടേണ്ടത്, കൃത്യമായി കിട്ടണം എന്നുള്ളത് കൊണ്ട് കേരള ഗവൺമെൻറ് ഈ 48 കോടി രൂപ അഡ്വാൻസായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ അയച്ചു കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടാണ് കേരളത്തിൽ 1600 രൂപ കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് വിഹിതം കിട്ടുന്നു, 8 ലക്ഷം പേർക്ക് ബാങ്കിലൂടെ ബാക്കി തുക കിട്ടുന്നു, കേന്ദ്ര വിഹിതം കിട്ടുന്നു. ഇത് കിട്ടുന്നത് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രത്തിന് അഡ്വാൻസായി പണം കൊടുത്തില്ല. ആ പണം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തിരിച്ചു തരണം. ആ പണമാണ് 390 കോടി രൂപ ഇപ്പോൾ തരാത്തത്. അഡ്വാൻസായിട്ട് കേന്ദ്രത്തിന് കൊടുത്ത തുകയാണ് ഇപ്പോൾ തിരിച്ചു തരാത്തത്. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാട്. രണ്ടാമത്തെ നിലപാട്, കേരളത്തിൽ കൃത്യമായി മാസാമാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഏർപ്പെടുത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചു. കോവിഡോടുകൂടിയാണ് അത് ആരംഭിച്ചത്. അതുവരെ കേരളത്തിലെ പെൻഷൻ വിതരണം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ക്രിസ്മസ്, ഓണം, വിഷു അങ്ങനെ ഒരു 3-4 മാസങ്ങളിൽ ഒന്നായിട്ടാണ് കൊടുക്കുക. UDF ഭരിക്കുമ്പോൾ അത്രയും കൊടുക്കാറില്ല. കോവിഡിന് ശേഷം കോവിഡോടുകൂടി എല്ലാ മാസവും പെൻഷൻ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ കമ്പനി രൂപീകരിച്ചത്. എന്തുകൊണ്ടാണ് കമ്പനി രൂപീകരിച്ചതെന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ റവന്യൂ വരുമാനം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. കേരളത്തിലെ നികുതി വരുമാനം, നികുതിയേതര വരുമാനം, കേന്ദ്ര വിഹിതം, കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം, കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ്, ഇതെല്ലാമാണ് കേരളത്തിൻ്റെ റവന്യൂ വരുമാനം. കേന്ദ്രം കൃത്യമായിട്ടത് തരുന്നില്ല. ആ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മാസത്തിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. കാരണം കേന്ദ്ര ഗവൺമെൻറ് നികുതി വിഹിതം വെട്ടിക്കുറച്ചു, സമയത്തിന് തരുന്നില്ല. അത്തരമൊരു സന്ദർഭത്തിൽ കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അത് മറികടക്കാനാണ് പെൻഷൻ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി കേരളത്തിലെ ഗവൺമെൻറ് രൂപീകരിച്ചു. ആ കമ്പനി ചെയ്യുന്നത് വായ്പയെടുക്കലാണ്. ബാങ്കുകളിൽ നിന്ന് കമ്പനി വായ്പയെടുക്കും. 1-2 മാസം കഴിയുമ്പോൾ ആ തുക ഗവൺമെൻറ് പെൻഷൻ കമ്പനി കൊടുക്കും. പെൻഷൻ കമ്പനി അതിൽ ബാങ്കിന് തിരിച്ചു കൊടുക്കും. ഇതാണ് സിസ്റ്റം. അങ്ങനെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു അത് പറ്റില്ല, വായ്പയെടുത്ത് കുടിശ്ശിക കൊടുക്കല്ല, പെൻഷൻ കൊടുക്കരുത്, വായ്പയെടുക്കാതെ കൊടുക്കേണ്ട കാര്യമില്ല, പെൻഷൻ പണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്.